ബിഗ് ബോസ് സീസൺ 6 തുടങ്ങി ഒരു കുറച്ചാകുമ്പോൾ തന്നെ ആ ഒരു ഷോയ്ക്കെതിരായിട്ടുള്ള നെഗറ്റീവ് ആയാലും അതിന് സപ്പോർട്ട് ചെയ്യുന്നത് എല്ലാം ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു ഷോ ആയിട്ട് മാറിയിരിക്കുകയാണ് ഇപ്പോൾ ബിഗ് ബോസ് സീസൺ 6. കണ്ടസ്റ്റൻസ് ആയിക്കോട്ടെ, അവരുടെ ആ പെരുമാറ്റം രീതി, അവർക്ക് കൊടുക്കുന്ന ടാസ്ക്, അല്ലെങ്കിൽ ഒരു പാർഷ്വാലിറ്റി, ഒരു കാരണമില്ലാതെ പുറത്താക്കൽ, പിന്നെ അതിൽ പലതരത്തിലുള്ള കാസ്റ്റിംഗ് കോച്ചിനെ കുറിച്ച് പലതരത്തിലുള്ള വിവാദങ്ങൾ ഈ കഴിഞ്ഞ ദിവസം വരെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഗ്രാൻഡ് ഫിനാലിയോട് അടുത്ത് നിൽക്കുന്ന ഷോയും കൂടിയാണ്. ഞായറാഴ്ച ഗ്രാൻഡ് ഫിനാലിയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ആർക്ക് കിട്ടുന്നുള്ളത് ഞായറാഴ്ച നമുക്ക് കണ്ടറിയാം. അതിനിടയിൽ നമ്മുടെ സിബിൻ, ബിഗ് ബോസിലെ ഒരു വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് പോയ സിബിൻ ഒരു വലിയൊരു വെളിപ്പെടുത്തലുമായിട്ട് വന്നിരിക്കുകയാണ്. കാരണം പുള്ളിനെ ആ ഷോയിൽ നിന്ന് പുറത്താക്കിയപ്പോൾ തന്നെ പുള്ളി എയർപോർട്ടിൽ വെച്ചിട്ട് തന്നെ പറഞ്ഞു, ഞാനായിട്ട് പോകണം പറഞ്ഞല്ലേ എന്നെ പുറത്താക്കിയതാണ്, കാരണങ്ങളൊക്കെ ഞാൻ ഒരു സമയത്ത് ഞാൻ പറയുന്നൊക്കെ പറഞ്ഞു. അതിനുശേഷം ഈ ഒരു വിവാദം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ അഖിൽമാരാർ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ബിഗ് ബോസ് ഷോയിനെ നിയന്ത്രിക്കുന്നതിൽ 3 പേര്, മെയിനായിട്ടുള്ള 3 പേരിൻ്റെ വ്യക്തി താല്പര്യത്തിന് അടിസ്ഥാനത്തിലാണ് ഇവിടെ ആര് ജയിക്കണം ആര് ജയിക്കണ്ട എന്ന് തീരുമാനിക്കണമെന്ന് പറഞ്ഞ് അഖിൽമാരാർ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഗുരുതര ആരോപണമായിട്ടാണ് പുള്ളിക്കാരൻ വന്നത്. അതിനിടെ ഈ പറഞ്ഞ ബിഗ് ബോസിൽ പോകുന്ന അല്ലെങ്കിൽ ബിഗ് ബോസിലോട്ട് ക്ഷണിക്കുന്ന കുറച്ച് പേരുടെ അടുത്ത് മോശമായ രീതിയിൽ ഇതേപോലെ കാസ്റ്റിംഗ് കൗച്ച് എന്നുള്ള ലെവലിൽ സഹകരിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോയും അഖിൽമാരാർ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് വലിയൊരു വിവാദമായിട്ട് വന്നു. ആരാണെന്ന് പേര് പറയണം എന്നൊക്കെ പറഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. ഈ പറയുന്ന പേര് പറയണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് കംപ്ലൈൻറ്റ് ഉണ്ടാവണം. കംപ്ലൈൻറ്റ് ഉള്ള ആളാണ് ഇത് പ്രതികരിക്കേണ്ടത്. പക്ഷെ പുള്ളിക്കറിയാം ഇന്ന ആൾക്കാരാണെന്നുള്ള കാര്യം നല്ല രീതിയിൽ അറിയായിരിക്കും നമ്മുടെ അഖിൽമാരാറിന്. അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും സംസാരിച്ചവരുണ്ട്. കാരണം സ്ത്രീ വിരുദ്ധമായിട്ട് ഇങ്ങനെ പറഞ്ഞു, എല്ലാവരും അങ്ങനെയാണെന്ന് പറഞ്ഞു, ഞങ്ങൾക്കത് ബാധിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് കുറേ പേര് രംഗത്ത് വന്നു. അഖിൽമാരാർ പറഞ്ഞ നല്ല കാര്യമാണ്. ഇതെന്തായാലും അടുത്തൊരു സീസൺ 7 പോകണവരൊന്ന് ചിന്തിക്കും. അപ്പോൾ ഈ മെയിനായിട്ടുള്ള ആൾക്കാരിനെയൊക്കെ തലപ്പത്തുനിന്ന് മാറ്റുന്നൊക്കെ പറഞ്ഞ് കുറച്ച് പേര് സപ്പോർട്ട് ചെയ്തും വന്നിട്ടുണ്ടായിരുന്നു. അതിൽ കുറേ പേര് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനിങ്ങനെ ഓഡീഷന് പോയിട്ടുണ്ടായിരുന്നു. ഓഡീഷന് പോയി ഇൻ്റർവ്യൂവിന് വിളിച്ച സമയത്ത് എന്നെ ഇങ്ങനെ എനിക്കൊരു മോശം അനുഭവം ഉണ്ടായെന്നൊക്കെ പറഞ്ഞ് കുറച്ച് പേര് വീഡിയോ ചെയ്തിട്ട് രംഗത്തും വന്നിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ ശേഷമാണ് ഇപ്പോൾ സിബിൻ എന്ന് പറഞ്ഞ വ്യക്തി പുറത്തായത്. ഡിപ്രഷൻ കൊണ്ട് നമുക്ക് കാണുമ്പോൾ പുള്ളി പോണം പറഞ്ഞിട്ട് അങ്ങനെ പുറത്ത് വന്നതായിട്ടാണ് തോന്നുന്നത്. പക്ഷെ അതിൻ്റെ ഔട്ടറിൽ നല്ല രീതിയിലുള്ളൊരു ഗെയിം കളിച്ച് കാരണം ഈ ബിഗ് ബോസ് ഷോനെ നിയന്ത്രിക്കുന്ന മെയിനായിട്ടുള്ള 3 പേരുടെ ഞാൻ പറഞ്ഞല്ലോ വ്യക്തി സ്വാതന്ത്ര്യം. കാരണം ആര് ജയിക്കുക എന്നുള്ള കാര്യം അറിയാം. ആ ജയിക്കുന്ന ഒരാളിനെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് അവരിനെ ടാർഗറ്റ് ചെയ്യുന്നവരിനെയൊക്കെ പുറത്തോട്ട് അയക്കുക എന്നുള്ള രീതിയാണ് ഇപ്പോൾ നിലവിൽ നടക്കുന്നത് എന്നാണ് ഇപ്പോൾ സിബിനും അഖിൽമാരാറും എല്ലാവരും പറയുന്നത്. കഴിഞ്ഞ ദിവസം റോക്കി ഫസ്റ്റ് സീസൺ ഒരു നമ്മുടെ സിജോന്റെ മുഖത്തിടിച്ച് റോക്കി പുറത്തായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ റോക്കിനെ ഗ്രാൻഡ് ഫിനാലിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ ഗ്രാൻഡ് ഫിനാലിക്ക് വിളിക്കാത്തതിന് കാരണമായിട്ട് പുള്ളിയും പറയുന്നുണ്ട് എനിക്കും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ എല്ലാവരും വന്ന് കാര്യങ്ങളൊക്കെ പറയട്ടെ ബിഗ് ബോസ് ഷോയിനെ കുറിച്ച്. കാരണം മോഹൻലാൽ എന്ന് പറഞ്ഞ ഒരു മഹാനടനെ ആങ്കറായി അവിടെ നിർത്തിയിട്ട് ഒരു ഷോ ഇത്രത്തോളം 100 ദിവസം ഓടിക്കുമ്പോൾ ആ ഒരു ഷോയിൻ്റെ ജെന്യൂനിറ്റിനെ തന്നെ ബാധിക്കുന്ന തരത്തിലുള്ള പലതരത്തിലുള്ള ആരോപണങ്ങളും അനുഭവങ്ങളുമാണ് പലരും പങ്കുവയ്ക്കുന്നത്. ഇത് പ്രേക്ഷക ജനങ്ങൾക്ക് മനസ്സിലാവേണ്ടതുണ്ട് എന്താണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളത്. കാരണം എല്ലാവരും വിചാരം ഇതൊരു പ്രീ പ്ലാൻഡ് അല്ല, അല്ലെങ്കിൽ ഇതൊരു റിയൽ ലൈഫിൽ നടക്കുന്ന പല കാര്യങ്ങളും പല ആൾക്കാരുടെ സ്വഭാവം എന്നുള്ളതാണ്. പക്ഷെ ഇതിനകത്ത് കളിക്കുന്ന കുറേ ആൾക്കാരുടെ ചില കറുത്ത കൈകളാണ് ഈ ഒരു ഷോൻ്റെ ഭംഗി നഷ്ടപ്പെടുത്തുന്നുള്ളതാണ് പറയുന്നത്. എൻഡമോൾ ഷൈൻ എന്ന് പറഞ്ഞൊരു വലിയൊരു കമ്പനിയാണ് ഈ ഒരു പ്രോഗ്രാം നടക്കുന്നത്. അത് ഏഷ്യാനെറ്റിൻ്റെ ആ ഒരു ഇതിൽ വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കാരണം മൊത്തം റെസ്പോൺസിബിലിറ്റി എൻഡമോൾ ഷൈനാണ്. കാരണം ഇതിൻ്റെ മുകളിൽ നിന്നിരിക്കുന്ന ആൾക്കാരാണ്. എൻഡമോൾ ഷൈനിലെ ഏഷ്യാനെറ്റിൻ്റെ മുകളിൽ നിൽക്കുന്നവരാണ്. ഇത് ആർക്കൊക്കെയാണെന്നുള്ള കാര്യം ഇതാകുന്നത്. അപ്പോൾ സിബിൻ വന്നിട്ട് വെളിപ്പെടുത്തലുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരൻ ഇതേപോലെ ഡിപ്രഷന് പോകണമെന്ന് പറഞ്ഞപ്പോൾ റൂമിൽ കൊണ്ടുപോയി ഒരു ഇതായി ഗുളിക കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് വലിയൊരു ആരോപണം, മെഡിക്കൽ ക്രൈം എന്നുള്ള ലെവലിലുള്ളൊരു ആരോപണമാണ് ഇപ്പോൾ നിലവിൽ പുള്ളിക്കാരൻ നടത്തി. അതിൻ്റെ കേസ് അന്വേഷണമൊക്കെ ഇതായിട്ട് DGP അതിൻ്റെ ഒരു കേസ് അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. എന്തായാലും അത് വലിയൊരു ആരോപണമാണ്. ഇതൊരു വലിയൊരു കുറ്റകൃത്യമാണ് ചെയ്തിരിക്കുന്നത്. ഇത് ചെയ്തവരാരായാലും നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഈ പറഞ്ഞ മഹാനടൻ മോഹൻലാൽ എന്ന മലയാളത്തിൻ്റെ നടന വിസ്മയം മോഹൻലാലിൻ്റെ മുന്നിൽ ഒരു ആങ്കറായിട്ട് നിർത്തിയിട്ട് പുള്ളി പോലും അറിയാതെ പുറകിൽ ഇങ്ങനെയുള്ള കളി കളിക്കുമ്പോൾ ഇതെന്തായാലും എല്ലാവരും അറിയണം. അപ്പോൾ സിബിൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇവിടെ അയക്കാം. സിബിൻ്റെ വക്കീലും കൂടിയിട്ട് ഈ ഷോയുടെ ഭാഗം അല്ലെങ്കിൽ ചാനലിന്റെ ഭാഗത്ത് നിന്ന് തന്നെ വിളിച്ചിട്ട് ഇന്റർവ്യൂ കൊടുക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ അതിന് കുഴപ്പമില്ല. അപ്പം അവർ കാശ് വാങ്ങിയിട്ടായിരിക്കണം ഈ മറ്റു മത്സരാർത്ഥികളെ ഇന്റർവ്യൂവിന് വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്നത്. അപ്പോൾ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്റർവ്യൂ കൊടുക്കാം.
അല്ലാതെ ഇൻ്റർവ്യൂ കൊടുക്കാൻ പാടില്ല. അപ്പം അങ്ങനെ കോൺട്രാക്റ്റ് എന്നുള്ള ഒരു സാധനം വെച്ചിട്ട് നമ്മളെ പൂട്ടിയിടാൻ ശ്രമിച്ചു. അപ്പം അത് ഇദ്ദേഹമായിട്ട് സംസാരിച്ചപ്പോൾ ഇദ്ദേഹം കൃത്യമായ കോൺട്രാക്റ്റ് വായിച്ച് മനസ്സിലായി അതൊരു സ്റ്റാൻഡ് ചെയ്യുന്ന ഒരു കോൺട്രാക്റ്റില്ല. അതിൻ്റെ ഡീറ്റെയിൽസ് സൂര്യ തന്നെ പറയും. അതായത് ഇപ്പോൾ നമ്മൾ ഏതൊരു തരത്തിലൊരു കോൺട്രാക്റ്റ് ഉണ്ടാക്കിയാലും ആ കോൺട്രാക്റ്റ് ലോഫുൾ ആയിട്ടോട് ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കണം. അതായത് ഞാൻ ഒരാളെ കാല് തല്ലി അടിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു എഗ്രിമെൻറ്റ് തയ്യാറാക്കുന്നു. ഞാൻ അയാൾക്ക് 10 ലക്ഷം രൂപ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് 10 ലക്ഷം രൂപയുടെ ഒരു എഗ്രിമെൻറ്റ് ഞാൻ തയ്യാറാക്കുന്നു. അയാൾ കാല് തല്ലി ഓടിക്കുന്നു, അന്വേഷിച്ച് എൻ്റെ അടുത്ത് വരുന്നു, ഞാൻ 10 ലക്ഷം രൂപ കൊടുക്കുന്നില്ല. ഈ കോൺട്രാക്റ്റും കൊണ്ട് അയാൾക്ക് കോടതി പോകാൻ പറ്റില്ല. അതൊരു അൺലോഫുൾ ആക്റ്റാണ്. അപ്പോൾ അത് എന്താവും, അബിൻഷ്യോ അത് വോയിഡായി പോകും. അതായത് ഇനിഷ്യലി തന്നെ ആ കോൺട്രാക്റ്റ് വോയിഡാണ്. അതായത് ഇദ്ദേഹം ആ ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോകുന്നു. ഗെയിമിൽ അദ്ദേഹം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിനിടയിൽ അയാൾക്ക് മെൻ്റൽ ഡിസ്ട്രെസ് ഉണ്ടാകുന്നു, അവിടെ കുറച്ച് പാർഷ്യാലിറ്റി നടക്കുന്നു. അതിൻ്റെ പേരിൽ ഇദ്ദേഹം തന്നെ പറയുന്നു ഇദ്ദേഹത്തിന് പുറത്തോട്ട് പോകണം, ഇദ്ദേഹത്തിന് ഈ ഗെയിം നിർത്തണമെന്ന് പറയുന്നു. അവർക്ക് ആരാണ് അധികാരം കൊടുത്തത് 3 ദിവസം ഒരാൾ ഒരു മുറിയിൽ പൂട്ടിയിടാൻ വേണ്ടിയിട്ട്? അതൊരു അൺലോഫുൾ ആക്ട് അല്ലേ? അത് റോങ്ഫുൾ കൺഫൈൻമെൻ്റ് അല്ലേ? റോങ്ഫുൾ റിസ്ട്രെയിൻ്റ് അല്ലേ? അതിനെയാണ് ഇദ്ദേഹം നിയമപരമായിട്ട് ചോദ്യം ചെയ്യുന്നത്. നിയമപരമായിട്ട് ഇപ്പം പരാതി കൊടുത്തിരിക്കുന്നതും അതിനെതിരെയാണ്. ഇപ്പം ഗെയിമിനുള്ളിൽ നടന്നൊരു കാര്യമല്ല, ഗെയിമിന് പുറത്തൊരു ഹോട്ടൽ മുറിയിൽ ഇദ്ദേഹത്തിന് 3 ദിവസം പൂട്ടിയിട്ടു. വീട്ടുകാരെ ഇൻഫോം ചെയ്ത ഇതാണ് സിബിൻ്റെ മെയിനായിട്ടുള്ളൊരു ആരോപണവും അല്ലെങ്കിൽ പുള്ളി ഉന്നയിക്കുന്ന ഒരു പരാതി ഇത് തന്നെയാണ്. എന്തുകൊണ്ട് എന്നെ ഇത്ര ദിവസം റൂമിൽ പൂട്ടിയിട്ടു? ഒരു കറക്റ്റായിട്ടുള്ള ഒരു സൈക്കോളജി, ഒരു മെഡിക്കൽ ഡോക്ടർ എൻ്റെ മുന്നിൽ വന്ന് കൺസൾട്ട് ചെയ്യാതെ എങ്ങനെ എനിക്ക് ഈ മരുന്ന് തന്നു? എന്തുകൊണ്ട് എൻ്റെ വീട്ടുകാരനെ പോലും വിവരം അറിയിക്കാതെ എൻ്റെ റൂമിൽ പൂട്ടിയിട്ടു എന്നുള്ള കുറേ കാര്യങ്ങൾ ഇതെല്ലാം ചെയ്യുന്നത് ആ പറഞ്ഞ മൊത്തം ടീമല്ല, ആ 2-3 പേര് ചെയ്യുന്നതാണെന്നാണ് ഇവർ പറയുന്ന ആരോപണം. അഖിൽമാരാർ ഇതിനെ സപ്പോർട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. കാരണം കഴിഞ്ഞ സീസണിൽ വിജയിയാണ്. അഖിൽമാരാർ ഈ ഒരു ഇതിനെ സപ്പോർട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. അതിന് വലിയൊരു കാര്യം, അത് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. കാരണം ഇങ്ങനെ വിജയ്, ഈ ബിഗ് ബോസ് റോയിൽ വിജയ് എന്ന് വെച്ചാൽ ഏഷ്യാനെറ്റിൻ്റെ ഒരു ഇതുകൊണ്ട് ജയിച്ച ഒരു വിജയ്, പ്രേക്ഷക പ്രീതി കൊണ്ട് ജയിച്ച ഒരു വിജയ് വന്നിട്ട് കഴിഞ്ഞ സീസണിൽ ഇങ്ങനെ ഗുരുതരമായിട്ടുള്ള വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. കാരണം ഇന്നൊരാളിനെ നമുക്ക് ജയിപ്പിക്കണം എന്നുള്ളത് മുന്നിൽ കണ്ടുകൊണ്ട് മറ്റുള്ള സ്ട്രോങ് ആയി നിൽക്കുന്ന മത്സരാർത്ഥികളുടെ ആ ഒരു വീക്ക് പോയിന്റ് മനസ്സിലാക്കിയിട്ട് അവർ ഇതിനെതിരെ പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നിലവിൽ ഇത് ആരോപണമൊക്കെ അഖിൽമാരാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാൽ കൂടി ഈ ഒരു ഷോൻ്റെ ജെന്യൂനിറ്റി അത് ജനങ്ങളുടെ മനസ്സിൽ നിന്ന് ഏകദേശമൊക്കെ പോയി. പിന്നെ ഇതെങ്ങനെയെങ്കിലും 100 ദിവസം ആക്കണ്ടേന്ന് പറഞ്ഞ് ഓട്ടിക്കുന്ന പോലെയാണ്, ഒരു ഏച്ചുകൂട്ടിയാൽ മുളച്ചു നിൽക്കുന്ന പറയില്ല, ആ രീതിയിലാണ് ഇപ്പോൾ ഈ ബിഗ് ബോസിൻ്റെ പോക്ക്. കാരണം കഴിഞ്ഞ സീസൺ വരെ വെച്ച് നോക്കുമ്പോൾ ഒരു തരക്കേടില്ലാത്ത ലെവലിൽ ഇങ്ങനെ പൊക്കോണ്ടിരുന്ന ഷോ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടാണ് ഇപ്പോൾ വന്നത്. അപ്പോൾ തന്നെ മനസ്സിലാക്കാം ഇതിൻ്റെ ആ ഒരു മെയിൻ തലത്തിലുള്ള ഒരു ആൾക്കാരിൻ്റെ ഒരു മാറ്റം, അല്ലെങ്കിൽ അവരുടെ ഒരു താല്പര്യം എന്നുവെച്ചാൽ ഇന്നയാൾ ജയിക്കണം, ഇന്നയാളെ ജയിക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു വ്യക്തി താല്പര്യം, അതിൻ്റെ ഭാഗമായിട്ട് കറക്റ്റായിട്ടൊരു അജണ്ട ഇതിൻ്റെ മുന്നിൽ ഉണ്ടോയെന്നൊരു സംശയമുണ്ട്. അപ്പോൾ സിബിൻ്റെ കുറച്ച് ഭാഗം കൂടി കേൾക്കാം. അത് ഗൂഗിൾ ചെയ്തപ്പോഴാണ് അദ്ദേഹം തന്നെ തിരിച്ചറിയുന്നത് ഈ മരുന്ന് ഇന്ന അസുഖത്തിന് കൊടുക്കും. അല്ല, അതിപ്പോ മെഡിക്കൽ ടീം അല്ല വന്നത്. അല്ലല്ല, മെഡിക്കൽ ടീം വന്ന് മെഡിസിൻ തന്നിട്ടില്ല. എനിക്ക് ഡോക്ടർ നേരിട്ട് കണ്ടിട്ടില്ല. ഒരു സ്റ്റാഫ്, അവിടുത്തെ ഒരു സ്റ്റാഫാണ് വന്ന് വരുന്നത്. ഞാൻ അതാ പറയുന്നത്, ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോ നമ്മളെ കബളിപ്പിക്കുന്നത് അവിടെയാണ്. ഒരു സൈക്കോളജിസ്റ്റും അവിടെ ഇല്ല. അവിടെ ഉള്ള ഡോക്ടേഴ്സ്, അവിടെ വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സ് ജൂനിയർ ഡോക്ടേഴ്സ് ആണോ സ്റ്റുഡൻസ് ആണോ ഇതൊന്നും നമുക്കറിയില്ല. എനിക്കിപ്പോഴും ഞാൻ പറയാം, അവർക്കൊരു എക്യുപ്മെന്റ് ഹാൻഡിൽ ചെയ്യാം. എനിക്കൊരു ECG എടുക്കാൻ വന്ന സമയത്ത് അദ്ദേഹത്തിന് ECG എടുക്കുന്ന മെഷീൻ ഹാൻഡിൽ ചെയ്യാൻ പോലും അറിയില്ല. അത്രയ്ക്കും എക്സ്പീരിയൻസ് കുറവുള്ള ഡോക്ടേഴ്സാണ് അവിടെ ഉള്ളത്. എന്ത് അസുഖം വന്നാലും ഒരു ഇലക്ട്രോലൈറ്റ് തരും. അവിടെ ഏറ്റവും കൂടുതൽ കൊടുക്കുന്ന ORS ആണ്. എന്ത് അസുഖം വന്നാലും ORS, എല്ലാത്തിനും ORS. ഒരാളൊരു വിഷമിച്ചിരുന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ ഒരു ആന്റി ഡിപ്രസന്റ് മെഡിസിൻ കൊടുക്കുന്നു. ഇത് എന്ത് ബേസിലാണ് കൊടുക്കുന്നത്? ഞാൻ അതാ ചോദിക്കും, എന്ത് ബേസിലായിരിക്കും കൊടുക്കുന്നത്? ഒരു മരുന്ന് കഴിക്കുമ്പോൾ ഒരു രോഗിയുടെ പ്രാഥമിക ആവശ്യമാണ് അതിന്റെ പ്രിസ്ക്രിപ്ഷൻ. അതായത് ഞാൻ ആ മരുന്ന് കഴിച്ചു, ഇതാണ് ഞാൻ കഴിക്കുന്ന മരുന്ന് എന്നതിന്റെ തെളിവ് എന്താണ്? പ്രിസ്ക്രിപ്ഷനാണ്. അല്ലെങ്കിൽ ഇന്ന മരുന്നാണ് താങ്കളെടുത്ത് ഞാൻ കഴിക്കാൻ പറയുന്നത്. ആ മരുന്ന് എന്താണെന്ന് അറിയാനുള്ള അവകാശം എനിക്ക് ബേസിക് ഹ്യൂമൻ റൈറ്റ്സ് ആണ്. അത് കൊടുത്തിട്ടില്ല. അത് സ്ലീപ്പിംഗ് പിൽസ് എന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന മാരകമായിട്ടുള്ള ഈ പറയുന്ന സ്ക്രീസോഫേനിക്കുള്ള ഒരു മരുന്ന് ഇദ്ദേഹത്തിന് കൊടുക്കുകയാണ് ഉണ്ടായത്. അത് ഇദ്ദേഹമായിട്ടാണ് കണ്ടുപിടിച്ചത്. അത് ഒരു വലിയ ക്രിമിനൽ, അത് തന്നെ ക്രൈമാണ്. ഒരു ഡോക്ടർ ഇല്ല അവിടെ. അങ്ങനെ ഒരു ഡോക്ടർ എന്നെ വന്ന് കണ്ടില്ല. എനിക്ക് ഈ മരുന്ന് അവിടുത്തെ ഒരു സ്റ്റാഫാണ്. അപ്പൊ ഞാൻ അയാളുടെ പേര് കേസ് കൊടുത്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. അത് പോലീസാണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് ആരാണ് ഇതിന്റെ പിന്നിൽ? എന്നെ വിളിച്ച ആളുടെ പേര് എനിക്ക് പറയാൻ പറ്റൂ, പക്ഷെ അയാളെ കൊണ്ട് വിളിപ്പിച്ചത് ആരാണ്? അയാളാണ് കുറ്റവാളി.
അയാളുടെ പേര് അത് പോലീസ് കണ്ടുപിടിച്ച് പോലീസാണ് എഫ്ഐആർ ഇടേണ്ടത്. അല്ലാതെ ഞാൻ ഇവിടെയുള്ള എന്നെ ഫോൺ ചെയ്ത ആളുടെയോ അല്ലെങ്കിൽ എന്നെ വന്ന് കണ്ട 2-3 പേരുടെയും പേര് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അവർ ചെറിയ കണ്ണുകൾ മാത്രമാണ്. ഇപ്പൊ ഇത്രയും വലിയൊരു ടീം, കാരണം ഞാൻ പറഞ്ഞു ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോയ്ക്ക് മുമ്പ് ഒരു എഗ്രിമെന്റും കാര്യങ്ങളെല്ലാം ഉണ്ട്. കാരണം ഇപ്പോൾ ഷോയ്ക്ക് വെളിക്ക് ഇറങ്ങിയാലും ഇത്ര സമയത്തിനുള്ളിൽ ഇത്ര സമയം വരെ ആരും ഒന്നും പറയാൻ പറ്റില്ല, ഇതിനെതിരെ ഒന്നും ചെയ്യാൻ പറ്റില്ല, പറയാൻ പറ്റില്ല പറഞ്ഞിട്ടുള്ള ഒരു എഗ്രിമെന്റ് ഉണ്ട്. പലവരും ആ എഗ്രിമെന്റിനെ മാനിച്ച് പേടിച്ച്, കാരണം അവരുടെ കരിയർ വരെ ഇല്ലാണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു കോർപ്പറേറ്റ് ആണല്ലോ ഇപ്പോൾ നിലവിൽ മീഡിയ വളർന്നുകൊണ്ടിരിക്കുന്നത്. അത് പേടിച്ചിട്ട് ആരും വെളിയിൽ പറയില്ല, കാര്യങ്ങൾ പറയില്ല. പക്ഷെ സിബിന് അതൊരു വിഷയമല്ല എന്നാണ് പറയുന്നത്. കാരണം എനിക്ക് ജീവിക്കാനുള്ള വരുമാന മാർഗ്ഗമൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഇതെനിക്ക് പുറത്ത് കൊണ്ടുവന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് മുന്നിട്ട് ഇറങ്ങിയിരിക്കുന്നത്. കാരണം ഒരാളുടെ അടുത്ത് ഒരു മരുന്ന് കൊടുക്കുമ്പോൾ പറഞ്ഞ ആരോപണങ്ങളൊക്കെ വൻ ഗുരുതരം മെഡിക്കൽ എത്തിക്സിന് നിരക്കാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ നിലവിൽ സിബിൻ ഉന്നയിച്ച ആരോപണങ്ങൾ. പക്ഷെ പുള്ളിക്കുണ്ടായ അനുഭവമാണ് അതെല്ലാം. അത് ഇനിയൊരു വ്യക്തിക്ക് ഉണ്ടാവരുത് എന്നുള്ളൊരു നിശ്ചയബോധത്തോടു കൂടിയാണ് പുള്ളി ഇപ്പോൾ നിയമ പോരാട്ടം നടത്തുന്നത്. കാരണം നാളെ ഒരു ബിഗ് ബോസിൽ ഒരു കണ്ടസ്റ്റന്റ് വരുമ്പോൾ സമയത്ത് ഇതൊന്നും അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഇത് തന്നെയാണ് പോവുക. അപ്പോൾ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു സൈക്കോളജിസ്റ്റ്, എല്ലാ നിലയും ഡോക്ടർ, അതിനുള്ള മെഡിക്കൽ ടീംസ് കാര്യങ്ങളെല്ലാം നിലവിലുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഈ ഷോ തുടങ്ങുന്നത്. പക്ഷെ ഇതെല്ലാം ഒരു ഡമ്മി എന്നുള്ള ലെവലിൽ മാറിക്കൊണ്ടിരിക്കുമ്പോൾ അവിടത്തെയുള്ള ബിഗ് ബോസ് മത്സരാർത്ഥികൾക്ക് എന്ത് ഒരു ജീവന് സുരക്ഷയാണ് അവിടെ കിട്ടുമെന്നുള്ള കാര്യം എനിക്ക് ഡൗട്ടുണ്ട്. അതുതന്നെയാണ് ഏറ്റവും വലിയൊരു വീഴ്ച. ഇതെല്ലാം മഹാനടൻ അറിയുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യവും നിലവിൽ അറിയില്ല. അപ്പോൾ ഇതിന് ഇത്രയും വലിയൊരു ആരോപണം നടക്കുമ്പോൾ അതിൻ്റെതായ നിയമ നടപടികൾ സ്വീകരിക്കാനും അതിൻ്റെ രീതിയിൽ പോകാനും ഈ ഉദ്യോഗസ്ഥർ ശ്രമിക്കണം. കാരണം വലിയ വലിയ കോർപ്പറേറ്റുകളുടെ അടുത്ത് മുട്ടി നിൽക്കുന്ന സമയത്ത് നിയമം മാത്രം നോക്കിയിട്ട് ആരുടെ ഭാഗത്താണ് ശരി നോക്കിയിട്ട് പോകാൻ ഈ ഉദ്യോഗസ്ഥർ ശ്രമിക്കണം എന്നുള്ളതാണ്. പക്ഷേ എല്ലാ തരത്തിലുള്ള പ്രഷറുകളിലും വീഴുന്ന സമയത്ത് എന്താ പറയുക, ഇല്ലാണ്ടാകുന്നത് കുറച്ച് ആൾക്കാരുടെ കരിയറും ജീവിതമാണ്. കാരണം ഈ സിബിൻ പറഞ്ഞ ആൾ വെളിയിലേക്ക് ഇറങ്ങിയപ്പോൾ ഓട്ടോമാറ്റിക് കുറച്ച് പേർക്കെങ്കിലും ആൾക്ക് മനസ്സിലാവും ഇയാൾക്ക് മാനസിക വിഭ്രാന്തി കൊണ്ട് അല്ലെങ്കിൽ ഇതേപോലെയുള്ള പ്രശ്നം കൊണ്ട് ഡിപ്രഷൻ കൊണ്ട് വെളിയിലേക്ക് ഇറങ്ങിയതാണെന്ന് പറഞ്ഞിട്ട് ഒരു എന്താ പറയുക, ഒരു പ്രാന്തൻ എന്നുള്ള ലെവലിലൊക്കെ ചിത്രീകരിച്ച് വെച്ചിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ. അതങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ടുള്ളൊരു അവകാശവാദമായിട്ടാണ് പുള്ളി നിലവിൽ ഇപ്പോൾ ഫുൾ തെളിവ് കൊണ്ട് എല്ലാം വന്നിരിക്കുന്നത്. എന്തായാലും കേസ് കൊടുത്തിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ നമുക്ക് അപ്ഡേറ്റ് ആകാം. ഇനിയിപ്പോൾ മീഡിയകൾക്ക് ഇതൊന്നും അറിയണ്ട. ഇത്രയും വലിയ ആരോപണങ്ങളൊക്കെ സിബിൻ നടത്തുമ്പോൾ മീഡിയ ഇതൊന്നും ചർച്ച ചെയ്യാനോ ഒന്നിനും തന്നെ നിൽക്കുന്നില്ല. അത് എന്തുകൊണ്ടാണെന്ന് പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. എല്ലാം ഒരു ബെൽറ്റാണ്, അതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് സത്യം ആരിൻ്റെ ഭാഗത്താണോ അവൻ്റെ കൂടെ തന്നെ നിയമം നിൽക്കുന്ന തന്നെയാണ് എൻ്റെയും പ്രതീക്ഷ. അതിപ്പോൾ സിബിൻ്റെ കൂടെ ആയാലും ഈ പറഞ്ഞ കോർപ്പറേറ്റുകളുടെ കൂടെ ആയാലും ആരാണോ തെറ്റ് ചെയ്തിരിക്കുന്നത് അവൻ ശിക്ഷ അനുഭവിക്കണം എന്നുള്ള കാര്യം തന്നെയാണ് 100%, 110% ഒരു സാധാരണ പ്രേക്ഷകൻ എന്നുള്ള ലെവലിൽ ഞാൻ വിശ്വസിക്കുന്നത്.